എല്ലാവർക്കും നമസ്കാരം. നിലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാസ്റ്റ് വീക്ക് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ സേവിങ്സ് അക്കൗണ്ട് റേറ്റ് 2.25 നിന്ന് 2% ആയിട്ട് കുറച്ചു. അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ റേറ്റ് കുറച്ചു. ഇത് ചെയ്യാനുള്ള കാരണം അതിന് മുമ്പത്തെ ആഴ്ചയിൽ റിസർവ് ബാങ്ക് 0.5% റെപ്പോ റേറ്റ് കുറച്ചാണ്. അപ്പോൾ ബാങ്കുകൾ FD റേറ്റ് കുറയ്ക്കുമ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്ത് ഡിഫറൻസ് ഉണ്ടാവുക? സേവിങ്സിൽ 2.25 കിട്ടിയിരുന്ന സ്ഥലത്ത് 2% കിട്ടുന്നുള്ളൂ, ഫിക്സഡ് ഡെപ്പോസിറ്റിന് 0.25% കുറേ കിട്ടുന്നുള്ളൂ. അപ്പോൾ FD ഇടുന്ന കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ ബാലൻസ് വെക്കുന്ന കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നെഗറ്റീവ് ന്യൂസാണ്. എന്നാൽ ബാങ്കിൽ പുതിയതായിട്ട് ലോൺ എടുക്കുന്ന ആൾക്കാർക്ക് ബാങ്കുകൾ അത് പാസ് ഓൺ ചെയ്യുകയാണെങ്കിൽ ലോൺ റേറ്റ് കുറവായിരിക്കും. ഹോം ലോൺ റേറ്റ് കുറവായിരിക്കും, അതുപോലെ തന്നെ കാർ ലോൺ റേറ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ ലോൺ എടുക്കുന്ന കോർപ്പറേറ്റുകൾക്ക് ചീപ്പ് റേറ്റിൽ ലോൺ റേറ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് സ്റ്റിമുലസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണ റിസർവ് ബാങ്ക് റെപ്പോ റേറ്റ് കുറയ്ക്കുന്നത്. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം എന്ത് ഇംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്താണ് വേറൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി? തീർച്ചയായിട്ടും ഡെറ്റ് ഫണ്ടുകൾ. നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് ബോണ്ടിൻ്റെ ഈൽഡ് കൂടുകയും ഡെറ്റ് ഫണ്ടിൽ ഇടുന്ന കസ്റ്റമേഴ്സിന് കൂടുതൽ ആദായം കിട്ടുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ സെനാരിയോയിൽ അൾട്രാ ഷോർട്ട് ടേം ഫണ്ടുകൾ, ലോ ഡ്യൂറേഷൻ ഫണ്ടുകൾ, മീഡിയം ടൈം ബോണ്ട് ഫണ്ടുകൾ, ഈവൻ ലിക്വിഡ് ഫണ്ടുകൾ സാധാരണ സേവിങ്സ് അക്കൗണ്ടിനെ കാട്ടി 2-3%, അതുപോലെ തന്നെ FD യെ കാട്ടി 2-3% കൂടുതൽ ആദായം കിട്ടും. അപ്പോൾ ഈ സമയത്ത് അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് 6 months 1 year ഇങ്ങനെയുള്ള ഫണ്ടുകളിൽ FD ഇടുന്നതിനെക്കാട്ടി വളരെയധികം മെച്ചം കിട്ടുന്നു. ഇതിന് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഞങ്ങളെ സമീപിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഫോളോ അപ്പ് ചെയ്യുക. ടിൽ ദെൻ, ബൈ ബൈ.